ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലും ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെസ്ലയുടെ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറീസിലൊക്കെയാണ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് വിവരം. ജർമ്മനിയും കുറച്ച് നാറ്റോ രാജ്യങ്ങളും കൂടി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ റഷ്യക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന ഒരു ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതിനായുള്ള ഡ്രില്ലിലും ഏർപ്പെട്ടു. ഈ യുദ്ധ പ്രാക്ടീസ് കാരണം സിഗ്നൽ ക്ലോസ് ആയതാണോ അതോ നെറ്റ്വർക്ക് എന്തെങ്കിലും ജാം ആയതാണോ എന്ന ചർച്ച നിലനിൽക്കെ തന്നെ ഇസ്രയേൽ ഗാസ പ്രശ്നത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഹിസ്ബുള്ള കളത്തിലിറങ്ങി ആക്രമണം നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് എന്നതും മാത്രമല്ല, ഇതിനുശേഷം ഇസ്രയേൽ എന്താണ് പ്രധാനമായി അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് എന്നതും ഇങ്ങനെ പല അപ്ഡേറ്റും ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് ഏകദേശം 140 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 5 തവണ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അറബ് രാജ്യങ്ങൾക്കും അവരുടെ സുഹൃത്ത് രാജ്യങ്ങളിലേക്കും യാത്ര നടത്തി. അങ്ങനെ യാത്ര ചെയ്ത് നടത്തിയ ചർച്ചകളിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാസ ഭാഗത്തെ ജനങ്ങൾക്ക് വേണ്ടി ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, എല്ലാവരും ഇസ്രയേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഗാസ ഭാഗത്തെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ യുദ്ധം വ്യാപിക്കാൻ ഒരു കാരണമായി നിങ്ങൾ ആകാൻ പാടില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരിട്ട് തന്നെ ഇത്രയും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതറിയില്ല. എന്നാൽ ആന്റണി ബ്ലിങ്കൺ വിചാരിച്ചതുപോലെ ഇസ്രയേലിന് അനുകൂലമായിട്ടാണോ ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിരവധി പാലസ്തീനിയൻസ് മരണപ്പെട്ടു എന്നത് ഒരു ഭാഗത്തുണ്ട് എങ്കിലും ഇപ്പോൾ ഇസ്രയേലിനെതിരായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പല രാജ്യങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ നെതന്യാഹുവിന്റെ വാർ ക്യാബിനറ്റിൽ പോലും പലതരത്തിലുള്ള നെതന്യാഹുവിനെതിരായുള്ള ശബ്ദം ഉയരാൻ ആരംഭിച്ചിരിക്കുന്നു. ഇതിനെല്ലാം മധ്യേ ഈ ഒരു യുദ്ധത്തിന് ഒരു സീസ് ഫെയർ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിൽ വെച്ച് മറ്റു പല രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ചർച്ച നടന്നുകൊണ്ടിരുന്നു. ആ ചർച്ചയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തറിലെ ലീഡേഴ്സ്, അമേരിക്ക, ജോർദാൻ, ഈജിപ്ത് നേതാക്കൾ എല്ലാവരും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ചർച്ചയ്ക്കൊടുവിൽ എന്തെങ്കിലും താൽക്കാലിക സീസ് ഫെയറിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷനും എടുക്കാതെ ആ ചർച്ച അവസാനിപ്പിച്ചു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിസിഷനും എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ ഇത്രയും ദിവസം ഈ ഒരു ചർച്ച നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു യുദ്ധം അവസാനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹമാസ് ആണ്. ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെയെല്ലാം റിലീസ് ചെയ്യണം. മാത്രമല്ല, ഇനി ഇസ്രയേലിനെതിരെ ഒന്നും ചെയ്യില്ല എന്ന ഗ്യാരണ്ടിയും തരണം. അതിന് അവർ തയ്യാറാണോ എന്ന് ഇസ്രയേൽ ചോദിക്കുന്നു. അപ്പൊ ഹമാസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇസ്രയേലാണ്. അവർ യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങളുടെ രാജ്യത്ത് നിന്നും അവർ മടങ്ങിപ്പോകണം. അങ്ങനെ മടങ്ങിപ്പോകുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഹോസ്റ്റേജസിനെ തിരിച്ചുവിടാം. യാതൊരു തരത്തിലുള്ള പ്രീ കണ്ടീഷൻസോ പോസ്റ്റ് കണ്ടീഷൻസോ പാടില്ല. മാത്രമല്ല, ഞങ്ങൾക്കെതിരെ ഇസ്രയേൽ ഇനി യുദ്ധം ചെയ്യാനും പാടില്ല. ഞങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. പാലസ്തീനിയൻ ജനങ്ങൾ തന്നെ നോക്കിക്കോളാം. ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഇസ്രയേൽ നടത്താൻ പാടില്ല. ഇതിന് ഇസ്രയേൽ സമ്മതിക്കുകയാണെങ്കിൽ ഒരു സീസ് ഫയറിന് ഞങ്ങളും സമ്മതം അറിയിക്കുന്നു. ഇങ്ങനെ മാറി മാറി സീസ് ഫയറിനായുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിരത്തുന്നു രണ്ടുപേരും. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കാനെടുത്ത സമയം വെച്ച് രണ്ടുപേരും സമാധാനമായി ഇരുന്ന് ചർച്ച നടത്തിയാൽ ചിലപ്പോൾ ഈ യുദ്ധം അവസാനിക്കുമോ എന്നൊക്കെ തോന്നിപ്പോകുന്നു. ഇത്രയും ദിവസത്തിനിടയിൽ ഏകദേശം 30,000-ൽ പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രതിദിനം ഏകദേശം ആവറേജായി 250 പേർ ഒരു ദിവസം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ റീസെന്റ് ആയി നടന്ന സമകാലിക യുദ്ധമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും, കുറഞ്ഞ കാലയളവിൽ അധികമായ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് ഈ ഒരു യുദ്ധത്തിലാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ച് WHO ആയാലും ഐക്യരാഷ്ട്രസഭ ആയാലും മറ്റു പല സംഘടനകൾ ആഗോളതലത്തിൽ ഒന്നുചേർന്ന് ഇസ്രയേലിനെതിരെ ഒരു പ്രഷർ കൊടുത്ത് ഈ യുദ്ധം അവസാനിപ്പിച്ചിരുന്നു എങ്കിൽ ഒരു 10,000 പേരെങ്കിലും ഇപ്പോൾ ജീവനോടെ ഉണ്ടായേനെ. ഈ 30,000 പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഇനിയും ഒരുപാട് മരണം സംഭവിക്കും. പട്ടിണി മൂലം കുട്ടികൾ മരണപ്പെടും. ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കൊണ്ടാണ് അമേരിക്ക എന്ത് ചെയ്തത്? പട്ടിണി കിടന്നവർക്കെതിരെ ഇസ്രയേൽ മിസൈൽ ഫയർ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നയുടനെ അതിനെ മറച്ചു വയ്ക്കാനായി 38,000 പേർക്ക് ആവശ്യമായ ഫുഡ് പാക്കറ്റ്സ് ആക്കി അത് എയർ ഡ്രോപ്പ് ചെയ്തത്. 38,000 പേർക്ക് ആവശ്യമായ ഫുഡ് പാക്കറ്റ് ആണ് എയർ ഡ്രോപ്പ് ചെയ്തത് എന്ന് പറയുമ്പോൾ വെറും 2% ആൾക്കാർക്ക് മാത്രമാണ് ഫുഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? അവിടെ ഫുഡ് ക്രൈസിസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത് തരണം ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന അന്വേഷണത്തിലാണ് മറ്റു പലർ. ജോർദാൻ ഭരണകൂടം പറയുന്നു, ഇവിടെ 8-ൽ പരം വിമാനങ്ങൾ വരുന്നുണ്ട്, ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഫുഡ് പാക്കറ്റ്സ് എടുത്ത് എറിയുന്നു. അങ്ങനെ എയർ ഡ്രോപ്പ് ചെയ്യുന്നതെല്ലാം ഫുഡ് പാക്കറ്റ്സ് ആണെന്ന് ഞങ്ങൾ കൺഫേം ചെയ്യാം. അതിനുശേഷം മാത്രം
താഴേക്ക് ഈ ഫുഡ് എയർ ഡ്രോപ്പ് ചെയ്യാനായി നിങ്ങൾ അനുവദിക്കണമെന്ന് ഇസ്രയേലുമായി ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിനൊക്കെ വേണ്ടിയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഫുഡ് സാധാരണക്കാരായ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കുന്നതിനും ഒരു ചർച്ച ആവശ്യമായി വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസ്, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഏകദേശം 8 വിമാനങ്ങളിൽ ഫുഡ് പാക്കറ്റാക്കി എയർ ഡ്രോപ്പ് ചെയ്തു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയും ജോർദാനും കൂടിയാണ് ഈ ഫുഡ് എയ്ഡ് പാക്കറ്റുകളിലാക്കി അത് എയർ ഡ്രോപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തുന്നത്. ഫുഡ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഡെയിലി കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏകദേശം 97 പാലസ്തീനിയൻസ് കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മാത്രമാണ്. ഇതല്ലാതെ പട്ടിണി കിടന്നും ട്രീറ്റ്മെന്റ് ലഭിക്കാതെയും അതുപോലെ മനോവിഷമത്തിലും മരണപ്പെട്ടവരുടെ എണ്ണം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഹമാസിനെതിരെയും പാലസ്തീനിയൻസിനെതിരെയും ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞ് ഹൂതീസ് കളത്തിലിറങ്ങുകയും യൂറോപ്പ് യൂണിയന്റെ കപ്പൽ തകർത്ത് UK കപ്പലിനെ കടലിനടിയിലാക്കി. ഇങ്ങനെ ഹൂതീസിന്റെ അറ്റാക്ക് ഇന്നും തുടരുന്നു. കഴിഞ്ഞ ദിവസവും സ്വിറ്റ്സർലൻഡിലെ ഒരു കപ്പൽ ഞങ്ങൾ തകർത്തു എന്നും പറഞ്ഞ് ഹൂതീസ് അറിയിക്കുകയും അതിന്റെ ഫൂട്ടേജസ് പുറത്തുവിടുകയും ചെയ്തു. സ്വിറ്റ്സർലൻഡ് ഭരണകൂടവും ഇത് ഒഫീഷ്യലായി കൺഫേം ചെയ്യുകയും അതിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുകയും ചെയ്തു. അടുത്തത് ബെൽജിയം ഭരണകൂടവും പറഞ്ഞിരിക്കുന്നു, ഗാസ ഭാഗത്തെ ജനങ്ങളെ ഞങ്ങൾക്കും സഹായിക്കണം, ഞങ്ങളുടെ വിമാനവും തയ്യാറായിട്ടാണുള്ളത്. ഈ സഹായങ്ങളെ എയർ ഡ്രോപ്പ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബെൽജിയത്തിന്റെ വിമാനം പറക്കാനുള്ള അനുവാദം ഇസ്രയേൽ തന്നിട്ടില്ല. ഇസ്രയേലിന്റെ അനുവാദം ലഭിച്ചയുടനെ ജോർദാൻ എന്ത് ചെയ്യും? ബെൽജിയത്തിന്റെ വിമാനം അതിലെ എയ്ഡ് അവിടെയുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ എയർ ഡ്രോപ്പ് ചെയ്യുമെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു. അടുത്തത് നോ മോർ ജസ്റ്റിഫിക്കേഷൻ. നൈജീരിയ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, നോ മോർ ജസ്റ്റിഫിക്കേഷൻ. അവിടെയുള്ള ജനങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്ത് തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷനാണ് കൊടുക്കാൻ പറ്റുക? ആ ഒരു ചർച്ച, കൈറോയിൽ വെച്ച് നടന്ന ആ ഒരു ചർച്ച പരാജയപ്പെട്ടത് ഇത്ര പ്രാധാന്യത്തോടെ ഞാൻ പറയുന്നതിന്റെ പ്രധാന കാരണം, റംസാൻ മാസത്തിന് മുമ്പെങ്കിലും ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സീസ് ഫയർ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചു. അറ്റ്ലീസ്റ്റ് ആ റംസാൻ മാസത്തിലെങ്കിലും ജനങ്ങൾ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ആയിക്കോട്ടെ, അറബ് ലീഗ് ആയിക്കോട്ടെ, എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകൾ തട്ടിമാറ്റി. ആ ചർച്ചയിൽ ഒരു തീരുമാനം എടുക്കാതെ പോയത് വലിയ പരാജയമാണ്. ഗാസ ഭാഗത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ ദുഃഖം തന്നെയാണ്. അടുത്തത് ഹമാസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സീസ് ഫയർ എന്നത് ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ അവർ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണമെന്ന് വിചാരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് ആന്റണി ബ്ലിങ്കൺ അഭിപ്രായപ്പെടുന്നു. ഇവിടെ പിന്നീട് ആന്റണി ബ്ലിങ്കൺ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കുറച്ചായി ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമായ സഹായം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സംരക്ഷണവും ഞങ്ങൾ ഉറപ്പാക്കും എന്ന് പറയുന്നു. ആന്റണി ബ്ലിങ്കൺ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ പട്ടിണി കിടക്കുകയാണ്, നിങ്ങൾക്ക് ആഹാരം വേണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക. അങ്ങനെ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും ആഹാരവും നിങ്ങൾക്ക് ലഭിക്കും. ഡയറക്റ്റായി ഒരു ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഇനി അഥവാ നിങ്ങൾ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് സാരം. ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ പട്ടിണി കിടത്തിക്കുന്ന ഈയൊരു മനസ്സ് ആന്റണി ബ്ലിങ്കൺ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലും ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു അപ്ഡേറ്റ്, ഹൂതീസ് ഇപ്പോൾ ഈ ചെയ്യുന്ന ആക്രമണം ഞങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹൂതീസിനെതിരെ ഞങ്ങളും ആക്രമണം നടത്തും. അത് തുടരുമെന്ന് UKയും അമേരിക്കയും അറിയിച്ചിരിക്കുന്നു. അടുത്തത് ഇസ്രയേൽ ലെബനൻ ബോർഡർ. ഈ നോർത്തേൺ ഇസ്രയേൽ ഭാഗത്ത് ഒരു റോക്കറ്റ് സൈറൺ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. റോക്കറ്റ് സൈറൺ മുഴങ്ങാനുള്ള കാരണം എന്താണ്? റോക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഹിസ്ബുള്ള. എന്നാൽ ഹിസ്ബുള്ള യുദ്ധക്കളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം ഇസ്രയേൽ നടത്തി. അതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലെബനൻ ഭാഗത്തുള്ള ബോർഡർ, അതായത് ഇസ്രയേൽ ലെബനൻ ഭാഗത്ത് ആക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഹിസ്ബുള്ള. ഈ യുദ്ധം ലെബനൻ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ യുദ്ധം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കണം. അങ്ങനെ അവസാനിച്ചില്ലെങ്കിൽ യുദ്ധം വ്യാപിക്കുമെന്ന അറിയിപ്പ് ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് ഇസ്രയേൽ ഡയറക്റ്റ് ആയിട്ടൊരു ഭീഷണി മുഴക്കുകയാണ്, ഈ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് വ്യാപിക്കും. അതിന് കാരണം ഒരിക്കലും ഞങ്ങളായിരിക്കില്ല, ഒന്നുകിൽ ലെബനൻ ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഹിസ്ബുള്ള ആയിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. മാത്രമല്ല ഈ ഒരു യുദ്ധത്തിൽ, ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഹിസ്ബുള്ള കളത്തിലിറങ്ങി ആക്രമണം നടത്താൻ ആരംഭിച്ചു എന്നതും, അതുപോലെ റംസാൻ മാസത്തിന് മുമ്പ് ഈ ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ ഒരു സീസ് ഫയറിനുള്ള സാധ്യത
കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതുമാണ് പ്രധാന അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.